ക്ഷേമ പെൻഷൻ മുടങ്ങുന്ന കാര്യത്തിലേക്ക് മാത്രമല്ലല്ലോ, ക്ഷേമ പെൻഷൻ്റെ പ്രശ്നം മാത്രമല്ല. ഒരു 10-12 കോടി രൂപയായിരിക്കും ഒരു ലാസ്റ്റ് ക്വാർട്ടറിലേക്കൊക്കെ കിട്ടാനുണ്ടാവുക. കണക്കുകൾ ഓരോ ഘട്ടത്തിലും അങ്ങനെയാണ്. നിങ്ങൾക്ക് കണക്കെല്ലാം കൃത്യമായി അറിയാം. കഴിഞ്ഞ പ്രാവശ്യം 39,000 കോടിക്ക് അടുത്താണ് നമ്മൾ 3 ക്വാർട്ടറിന് 9 മാസത്തേക്ക് കിട്ടുന്നത്. ലാസ്റ്റിലെ ക്വാർട്ടറിൽ അതിൻ്റെ ബാക്കി. അതിനകത്ത് നേരെ ഇത്രയും കുറവ് വരിക എന്ന് പറഞ്ഞാൽ എല്ലാ മേഖലയും ബാധിക്കുമല്ലോ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പെൻഷൻകാർക്ക് സങ്കടം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ആശങ്കയുണ്ടാക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ്. ധനമന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണവും വന്നിട്ടുണ്ട്. പെൻഷൻ സാധാരണ എല്ലാ മാസവും വിതരണം ചെയ്യുമ്പോൾ ഓരോ മാസവും പണം കടമെടുത്തുകൊണ്ടാണ് വിതരണം ചെയ്യുന്നത്. എന്നാൽ ഇപ്പോൾ കേരളത്തിന്റെ കടമെടുപ്പ് പരിധിയിൽ നിന്നും വീണ്ടും വലിയ വെട്ടിക്കുറക്കൽ വരുത്തിയിരിക്കുകയാണ്. ഇതിനു മുമ്പ് പലതവണ വെട്ടിക്കുറക്കൽ വരുത്തിയിരുന്നു. നമുക്കറിയാം 6 മാസത്തോളം ക്ഷേമ പെൻഷൻ കുടിശ്ശികയായ ഒരു അവസ്ഥയുണ്ട് ഒരു വർഷം മുമ്പ്. അന്ന് കേന്ദ്രത്തിന്റെ ഇടപെടലിനെ തുടർന്നാണ് ഈ ഒരു പെൻഷൻ മുടങ്ങിയത് എന്നാണ് സംസ്ഥാന സർക്കാരിന്റെ വാദം. ഇതേ ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് ധനമന്ത്രിയുടെ ഭാഗത്തു നിന്നും വന്നിട്ടുള്ളത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് പറയുന്നത്. സംസ്ഥാനത്ത് പഞ്ചായത്ത് ഇലക്ഷനോട് കൂടിയിട്ടാണ് 400 രൂപ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചത്. നേരത്തെ 1600 ആയിരുന്ന സമയത്ത് ഓരോ മാസത്തെ പെൻഷൻ വിതരണത്തിനും 850 കോടി രൂപയോളം വേണ്ടി വന്നിരുന്നു. ഇപ്പോൾ ഒരു മാസത്തെ പെൻഷൻ വിതരണത്തിന് 1045 കോടി രൂപയാണ് വേണ്ടത്. ഇപ്പോൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഡിസംബർ മാസത്തെ പെൻഷൻ വിതരണത്തിന് വേണ്ടി അനുവദിച്ച തുകയും 1045 കോടി രൂപയാണ്. കേരളത്തിന്റെ കടമെടുപ്പ് പരിധി കേന്ദ്രം വീണ്ടും വെട്ടിക്കുറച്ചതോടുകൂടി ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളുടെ വിതരണം പ്രതിസന്ധിയിലേക്ക് എന്ന് ധനമന്ത്രി KN ബാലഗോപാൽ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. സാമ്പത്തിക വർഷം അവസാനിക്കാൻ ജനുവരി, ഫെബ്രുവരി, മാർച്ച് എന്നീ 3 മാസങ്ങൾ കൂടി കഴിയേണ്ടതുണ്ട്. 12,516 കോടി രൂപ അതുവരെ സംസ്ഥാനത്തിന് കടമെടുക്കാനുള്ള അനുമതി ഉണ്ടായിരുന്നു. ഇതിൽ നിന്നാണ് 5,900 കോടി രൂപയുടെ വെട്ടിക്കുറവ് വരുത്തിയിട്ടുള്ളത് എന്ന് കാണിച്ചുകൊണ്ട് കേന്ദ്ര ധനമന്ത്രാലയത്തിന്റെ കത്ത് ബുധനാഴ്ച വൈകിട്ട് കിട്ടിയത്. ഇനി 6,572 കോടി രൂപ മാത്രമേ കേരളത്തിന് കടമെടുക്കാൻ കഴിയുകയുള്ളൂ. സാമ്പത്തിക വർഷാവസാനം അതായത് മാർച്ച് മാസത്തിൽ വലിയ ചിലവുകൾ ഉണ്ട്. അതെല്ലാം ഇതിൽ നിന്നും കഴിയേണ്ടി വരും. സർക്കാരിന്റെ മറ്റ് ആനുകൂല്യങ്ങളുടെ വിതരണം ഇപ്പോൾ പുതുതായിട്ട് പ്രഖ്യാപിച്ച സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയിലേക്ക് തുക കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും ഉണ്ട്. ഇതെല്ലാം പ്രതിസന്ധിയിലേക്ക് നീങ്ങും എന്നുള്ളതാണ് ധനമന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള അറിയിപ്പ് വന്നിട്ടുള്ളത്. ഈ 5,900 കോടി രൂപയുടെ കുറവിന് പുറമെ കിഫ്ബി, പെൻഷൻ കമ്പനി എന്നിവയുടെ പേരിലുള്ള വായ്പാ പരിധിയിൽ നിന്നും വെട്ടിക്കുറക്കൽ നേരത്തെ തന്നെ നടത്തിയിരുന്നു. ഇതെല്ലാം ചേർത്ത് ഈ സാമ്പത്തിക വർഷം മാത്രം വായ്പാ ഇനത്തിലും ഗ്രാന്റിലുമായി സംസ്ഥാനത്തിന് ഏകദേശം 17,000 കോടി രൂപയുടെ കുറവാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. കേന്ദ്രം ശ്വാസം മുട്ടിക്കുന്നു എന്ന് മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. തൊഴിലുറപ്പ് പരിഷ്കരണ ബിൽ ലോക്സഭയിൽ പാസാക്കിയതോടെ സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക ഭാരം കൂടിയെന്നും ഈ ഇനത്തിൽ 2,000 കോടി രൂപ കേരളത്തിന് ബാധ്യതയാണ് എന്നും GST നിരക്കുകൾ ഏകീകരിച്ചതോടുകൂടി കേരളത്തിൽ മാത്രം 8,000 മുതൽ 10,000 കോടി രൂപ വരെ നഷ്ടമുണ്ടായി എന്നും ധനമന്ത്രി പറഞ്ഞു. GST കുറച്ചു എങ്കിലും സാധനങ്ങളുടെ വിലയിൽ ജനങ്ങൾക്ക് ലഭ്യമാകുന്ന രീതിയിൽ ഒരു കുറവും ഉണ്ടായിട്ടില്ല എന്നും ധനമന്ത്രി ചൂണ്ടിക്കാണിച്ചു. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് വന്നിട്ടുള്ളത്. ഒരു ആശങ്കയുണ്ടാകുന്ന കാര്യം തന്നെയാണ്. ഇപ്പോൾ മുടങ്ങാതെ പെൻഷൻ ലഭിക്കുന്നുണ്ട് എങ്കിലും ഭാവിയിൽ അത് മുടങ്ങാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ധനമന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള അറിയിപ്പ് വ്യക്തമാക്കുന്നത്. എല്ലാ മാസവും കടമെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ ക്ഷേമ പെൻഷൻ നൽകുന്നത് പ്രതിസന്ധിയിലാകും. അടുത്ത മാസം അതായത് ഫെബ്രുവരി മാസത്തിൽ സംസ്ഥാന ബജറ്റ് നടക്കുകയാണ്. സംസ്ഥാന സർക്കാർ വാഗ്ദാനം ചെയ്തിട്ടുള്ള 2,500 പെൻഷൻ എത്തിച്ചേക്കും എന്നുള്ള റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നതിനിടെയാണ് ഇപ്പോൾ ഈ ഒരു പ്രതിസന്ധി വന്നിരിക്കുന്നത്. എന്തായാലും ഏപ്രിൽ മാസമായാൽ പുതിയ സാമ്പത്തിക വർഷമാകും. അപ്പോൾ കടമെടുക്കുന്നതിന് കുറച്ചുകൂടി സാധിക്കുന്നതാണ്. എങ്കിലും വർഷം സംസ്ഥാനത്തിന് കടമെടുക്കാനുള്ള പരിധിയിൽ വലിയ വെട്ടിക്കുറവാണ് കേന്ദ്ര സർക്കാർ വരുത്തിയിട്ടുള്ളത്. അത് മറ്റ് പദ്ധതികളെയും ക്ഷേമ പെൻഷൻ മാത്രമല്ല സ്ത്രീ സുരക്ഷാ പെൻഷൻ മറ്റ് ക്ഷേമ ആനുകൂല്യങ്ങളെയെല്ലാം ബാധിക്കും എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരേക്ക്.